ചില പൂക്കളുടെ സുഗന്ധം, ചില ശബ്ദം, ഇതൊക്കെ മനസ്സിനെ ചലിപ്പിക്കുന്നതാണ്. നമുക്ക് അത് അനുഭവിക്കുമ്പോൾ ബോധ്യമാവും. അപ്പോൾ ഇവിടെ കാമദേവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പാർവതീദേവി പതിവ് പോലെ വന്നു, ഭഗവാന്റെ മുന്നിൽ അല്പസമയം ഇരുന്നു. തൻ്റെ കയ്യിലുള്ള ഈ ഉപചാരങ്ങൾ, പൂക്കളും അതൊക്കെ അവിടെ സമർപ്പിച്ചു. ഭഗവാൻ അങ്ങനെ കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു. പക്ഷെ കണ്ണ് തുറന്നപ്പോഴാവട്ടെ തൻ്റെ മുന്നിലിരിക്കുന്ന പാർവതിയെ കാണുകയും പെട്ടെന്ന്, പാർവതി എന്നും വരുന്ന ആളാണ്, അതൊന്നും ശ്രദ്ധിക്കാറ് തന്നെയില്ല. പക്ഷേ ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് മനസ്സ് ചലിക്കാൻ തുടങ്ങിയെന്നാണ്. തൻ്റെ മുൻപിലിരിക്കുന്ന പാർവതിയുടെ ആ രൂപലാവണ്യം, ആ സൗന്ദര്യത്തെ മനസ്സുകൊണ്ട് അങ്ങനെ വർണ്ണിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ്. എന്നിട്ടാണ്, എത്ര ഭാഗ്യം ചെയ്ത ആളാണ് ഹിമവാൻ, ഇത്രയും സൗന്ദര്യമുള്ള ഒരു പുത്രിക്ക് ജന്മം നൽകിയില്ലേ, ആ മാതാപിതാക്കൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്, എത്ര സുഹൃതം ചെയ്തവരാണ്. പിന്നെ കുറച്ച് സമയത്തേക്കാണെങ്കിലും ആ ഭഗവാന്റെ മനസ്സൊന്ന് ചലിച്ചു എന്നാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിലാണ് ചിന്തകൾ ഉണ്ടാക്കുക. അല്ലാതെ ഒരാൾക്കും ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമാന്ദ്യമുള്ളവരായിരിക്കണം. അല്ലാത്തവരൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് പ്രവർത്തിക്കുക. നമ്മുടെ ഉള്ളിൽ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ചിട്ടുള്ള വിചാരമാണ് വരിക. അപ്പം ഇവിടെ ശ്രീപരമേശ്വരൻ്റെ ഉള്ളിൽ ഈ പാർവതീദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ കാമദേവൻ്റെ ആ പ്രവൃത്തി കൊണ്ടാണ്. കാമൻ്റെ കയ്യിൽ ഉള്ള ആയുധം എന്തൊക്കെയാണ്? കരിമ്പിൻ്റെ വില്ല്, പൂക്കളെ കൊണ്ടുള്ള അസ്ത്രങ്ങൾ, പുഷ്പബാണങ്ങൾ. ഇതൊക്കെ നോക്കിയാൽ കാണാം, ഇതെല്ലാം തന്നെ നമ്മളുടെ മനസ്സിൻ്റെ പ്രതീകമായിട്ടുള്ളവയാണ്. നമ്മളുടെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അല്ലാതെ കരിമ്പിൻ്റെ വില്ലിൽ ഞാണുകെട്ടി പൂക്കളെ കൊണ്ടുള്ള അമ്പയച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറ്റാനൊന്നും പോകണില്ല. അപ്പം അതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതാണ്, നമ്മളുടെ ഉള്ളിൽ കാമം ജനിപ്പിക്കാൻ പോകുന്ന പ്രഭാവം കാമദേവന് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. പക്ഷെ ഇവിടെ ആരാണ്? ശ്രീപരമേശ്വരൻ താപസനാണ്, യോഗിയാണ്. പക്ഷെ അതും കാമദേവന് അല്പസമയത്തേക്കാണെങ്കിലും തൻ്റെ ആ പ്രവൃത്തി വിജയിച്ചു എന്നൊരു അഹങ്കാരം കാമനുണ്ടായി എന്നാണ്. അല്പം കഴിഞ്ഞു ഭഗവാനും അവിടെ ചിന്തിക്കുകയാണ്, എന്തേ തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരം വരാൻ കാരണം? യോഗിയായിട്ടുള്ള താൻ ഈ തപസ് ചെയ്യുന്ന തപോവനത്തിൽ തൻ്റെ മുൻപിലിരിക്കുന്ന ഈ പാർവതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ധർമ്മത്തിനത് വിരുദ്ധമല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അടുത്ത നിമിഷം ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ നേരെ അസ്ത്രങ്ങളെ പ്രയോഗിക്കുന്ന കാമനെ കണ്ടത് എന്നാണ്. അപ്പം അങ്ങോട്ട് കോപം സ്വീകരിക്കുകയാണ്. ആ നെറ്റീത്തടത്തിലെ അഗ്നിനേത്രം അങ്ങോട്ട് തുറന്നു, അഗ്നി അങ്ങോട്ട് പുറപ്പെട്ടു, കാമൻ ഭസ്മായിട്ട് അങ്ങോട്ട് വീണു എന്നാണ്. അപ്പം അതിനു മുൻപ് ഈ കാമൻ ഇത് കണ്ടു ഭയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. തൻ്റെ നാശം, തനിക്ക് വലിയൊരു ആപത്താണ് വരാൻ പോകുന്നത്. ഇത് തിരിച്ചറിയുന്ന കാമൻ സ്തുതിക്കുകയൊക്കെ ചെയ്യണുണ്ട്. പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല. അതിനു മുൻപ് തന്നെ കഥ കഴിഞ്ഞു എന്നാണ്. നമസ്തേ ശങ്കരായസ്തു നമോ ഭൂയോമയസ്കര ശൂലിനേ മാലിനേ നിത്യം ഹാരിണേസ്തു കിരീടിനെ കാലകാലായ കാലായ നമ കാലാഗ്നയേ സദാം സദാം അവനശീലായ സദസദ്വപുഷേ നമ നമോ അഷ്ടമൂർത്തയേ തുഭ്യം ഇഷ്ടിഘ്നായ അമരാരയേ കാമദായ ആത്മഭക്താനാം നമക്കാമാരയേ സ്തുതേ. സ്തുതിയൊക്കെ ചെയ്തുവെങ്കിലും അതിനൊന്നുള്ള ഇട കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ അഗ്നി ബാധിച്ചു കഴിഞ്ഞു. അങ്ങനെ കാമൻ ഭസ്മമായി വീണു. അപ്പോഴേക്കും ദേവന്മാർക്കൊക്കെ വല്ലാത്ത സങ്കടമായി. കാമൻ്റെ പത്നിയായിട്ടുള്ള രതീദേവി വന്നു. രതീദേവിയുടെ വിലാപം തുടർന്നാണ് ഭഗവാൻ ദേവന്മാരുടെ സങ്കടം കണ്ടിട്ട് പറയുകയും, എന്തായാലും
തൽക്കാലം ഈ കാമൻ ഇങ്ങനെ തന്നെ ശരീരമില്ലാത്തവനായി ഇന്ന് മുതൽ അറിയപ്പെടും, അംഗമില്ലാതെ അനങ്കൻ എന്ന പേരിൽ അറിയപ്പെടും എന്നാണ്. ഇനി രതീദേവിക്ക്, കാമപത്നിയായുള്ള രതിക്ക് കാമനെ അല്ലെങ്കിൽ ആ രതിയുടെ ഭർത്താവിനെ തിരികെ കിട്ടാൻ മറ്റൊരു അവസരത്തിൽ ഇടയാവും. എപ്പോഴാണോ കാമൻ കൃഷ്ണപുത്രനായിട്ട് വന്ന് അവതരിക്കുക, അപ്പോൾ വീണ്ടും ഈ രതീദേവിക്ക് തൻ്റെ ഭർത്താവിനെ മടക്കി കിട്ടും എന്നാണ്. അങ്ങനെ കൃഷ്ണപുത്രനായിട്ട് രുക്മിണീ ദേവിയിൽ വന്ന് പ്രദ്യുമ്നായിട്ട് അവതരിച്ചു, പിന്നീട് കാമൻ എന്നൊക്കെയാണ് കഥ ഭാഗവതത്തിലൊക്കെ പറയും. അപ്പം അതുവരെ അനങ്കനായിക്കൊണ്ട് ശരീരമില്ലാതെ എന്നാൽ ശിവഗണങ്ങളിൽ ഒരാളായിട്ട് മാറി കാമൻ. ഇപ്രകാരം ആ സംഭവം കഴിഞ്ഞു. പക്ഷേ ദേവന്മാർക്ക് അവരുടെ ഉദ്ദേശം പൂർണ്ണമായിട്ടില്ല. ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു ശ്രീ പരമേശ്വരൻ. അതിനെ തുടർന്നിട്ടാണ് നാരദാദികളുടെ നിർദ്ദേശമനുസരിച്ച് ശ്രീനാരദനിൽ നിന്ന് തന്നെ ഉപദേശത്തെ സ്വീകരിച്ച് അച്ഛനമ്മമാരുടെ അനുമതിയോടുകൂടിയിട്ട് ആ പാർവതി തപസ്സിനായിട്ട് പുറപ്പെടുന്നത് എന്നാണ്. അങ്ങനെ പാർവതീദേവിയുടെ അതികഠിനമായിട്ടുള്ള തപസ്സാണ് പിന്നീട്. അതൊക്കെയാണ് ഇനി തുടർന്ന് പറയാനുള്ളത്. ആ പാർവതീ തപസ്, അതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്നതായ പരീക്ഷണം, അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമുക്ക് തുടർന്ന് ഉച്ചകഴിഞ്ഞ് കേൾക്കാൻ കഴിയുക. ഇപ്പോൾ നമുക്കിവിടെ നിർത്തേണ്ട സമയമായി. നമ പാർവതീപതയേ ഹര ഹര മഹാദേവാം. പാർവതീ ദേവി തപസ് ചെയ്യുന്നതായ സന്ദർഭത്തിൽ അവിടെ എത്തി സപ്തർഷികളെ അയക്കുകയും ഭഗവാൻ തന്നെ ആദ്യം ഒന്ന് പരീക്ഷിക്കും. സപ്തർഷികളെ പറഞ്ഞയച്ച് പാർവതിയുടെ മനസ്സ് മാറ്റാൻ പറ്റുമോ, തപസ്സിൽ നിന്ന് പിന്തിരിക്കാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ ഭഗവാൻ തന്നെ നേരിട്ട്, അവിടെ ശ്രീപരമേശ്വരൻ തന്നെ നേരിട്ട് ഒരു ഭിക്ഷുവായി വന്നുകൊണ്ട് പാർവതീ ദേവിയെ പരീക്ഷിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒടുവിൽ ആ പാർവതീദേവിയുടെ മുന്നിൽ സുന്ദരേശ്വരനായിട്ട് ദർശനം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. വാക്ക് കൊടുക്കുകയാണ്, ഞാൻ സ്വീകരിക്കാം, പാണിഗ്രഹണം ചെയ്യാം. അതാണ് ഇനി പറയാനുള്ളത്. അതൊക്കെ പറയുന്നതും ആ ഭാഗങ്ങളെ പിന്നീട് പാരായണം ചെയ്യുന്നതൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ്. എന്തായാലും നമ്മളതൊക്കെ നേരത്തെ വായിച്ചും കുറച്ച് ഭാഗം വായിച്ചും കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ബാക്കിയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞല്ലോ, ഇനി അടുത്ത പരിപാടിയല്ലേ, അത് കഴിഞ്ഞാൽ നമുക്ക് പോവാമല്ലോ. അവിടെ കല്യാണം നടക്കുമ്പോഴേക്കും നമ്മൾ കഴിച്ചിട്ട് പോകണവരാണ്. അപ്പുറത്ത് തുടങ്ങണത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്, പിന്നിൽ കൂടി ഓടും നമ്മൾ. വേഗം കഴിച്ചിട്ട് ചിലപ്പോൾ കൈ കഴുകാൻ അത് വീട്ടിൽ പോയിട്ടാവാന്ന് പറഞ്ഞ് പോണവരുണ്ട്. അമ്മാതിരി തിരക്കാണ് നമുക്ക്. എന്തായാലും ഇപ്പോൾ നിർത്താം. ഇനി ഉച്ച കഴിഞ്ഞ് വീണ്ടും പാരായണം തുടർന്ന് വരുമ്പോൾ ഇനിയുള്ള കഥാഭാഗങ്ങൾ ഇന്നത്തെ ഈ രണ്ടാം കാണ്ഡത്തിലെ സംഭവകാണ്ഡത്തിലെ കഥകൾ തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ പാർവതീ പരിണയം വരെയുള്ള കഥകളെ പറഞ്ഞതിന് ശേഷമാണ് നാളെ ആണ് നമ്മൾ അടുത്ത ശിവപുത്രനായിട്ട് ഉമാപുത്രനായിട്ടുള്ള ഭഗവാന്റെ കാർത്തികേയൻ്റെ അവതാരം, സുബ്രഹ്മണ്യ അവതാരത്തെ പറയുക. അങ്ങനെ അവതരിക്കുന്നതായിട്ടുള്ള സുബ്രഹ്മണ്യൻ പിന്നീട് ദേവസേനാപതിയായിട്ട് അഭിഷിക്തനാകുന്നു. ആ അഭിഷേകം, അതൊക്കെയാണ് നാളത്തെ വിഷയങ്ങൾ. പ്രധാന നിവേദ്യം നാളെ പഞ്ചാമൃതം, പാനകം തുടങ്ങിയിട്ടൊക്കെ ഉള്ളതാണ്. സുബ്രഹ്മണ്യ അഷ്ടോത്തരമാണ് അർച്ചന. പറ നിറയ്ക്കാവുന്നതാണ്. പഞ്ചസാര, അരി, നെൽപ്പറ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. നാളെ രാവിലെയാണ് നവഗ്രഹ പൂജ, 9 മണിക്കാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വഴിപാടായി ചെയ്യാം. കൂടാതെ വേദിയിൽ ഭഗവാന് സമർപ്പിക്കാനുള്ള വേല്, അതുപോലെ ഭസ്മം, മാല, നാരങ്ങാമാല ഇതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങി സമർപ്പിക്കാം. അതിൻ്റെ പ്രസാദത്തെ സ്വീകരിക്കാം.